സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമെന്ന പ്രഖ്യാപനം നടത്തിയതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു അവിസ്മരണീയമായ ദിവസമാണ് ഇന്ന് ലൈഫ് മിഷനിൽ കേരളം 5 ലക്ഷം വീടുകൾ എന്ന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. 5,364,000 വീടുകൾ ഈ ദിവസത്തോടുകൂടി പൂർത്തിയായിരിക്കുന്നു. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയേറെ വീടുകൾ സർക്കാർ പദ്ധതിയിലൂടെ വെച്ചുകൊടുത്തിട്ടില്ല. ഈ ലൈഫ് മിഷനായി സംസ്ഥാന ഗവൺമെന്റ് ആകെ വിനിയോഗിച്ചത് 20,831.6 കോടി രൂപയാണ്. 20,831.6 കോടി രൂപ. അതിൽ 18,342.7 കോടിയും, അതായത് 88.05% സംസ്ഥാനം സമാഹരിച്ച തുകയാണ്. ഇന്ത്യയിൽ കേരളത്തിനല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിനും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണിത്. 18,000 കോടിയിലധികം രൂപ ഒരു സംസ്ഥാനം വീടില്ലാത്തവർക്ക്, പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് സുരക്ഷിതമായ വീടൊരുക്കാൻ വേണ്ടി കണ്ടെത്തിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നാണ് ലൈഫ് മിഷൻ പദ്ധതി ആവിഷ്കരിച്ച് വിജയകരമായി നടപ്പാക്കിയിട്ടുള്ളത്. ഏതാനും മാസം മുമ്പാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്ന്, ലോക രാഷ്ട്രീയ നേതൃത്വവും ബിസിനസ് നേതൃത്വവുമൊക്കെ ബുദ്ധിജീവികളും പണ്ഡിതന്മാരുമെല്ലാം വളരെ ആധികാരിക പ്രസിദ്ധീകരണമായിട്ട് കണക്കാക്കുന്ന ലണ്ടനിൽ നിന്നിറങ്ങുന്ന ദ എക്കോണമിസ്റ്റ് ഒരു കവർ സ്റ്റോറി തന്നെ പ്രസിദ്ധീകരിച്ചത്. ആ കവർ സ്റ്റോറിയിൽ അവർ കേരളത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യക്ക് സാമൂഹ്യക്ഷേമത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ട് എന്നായിരുന്നു. കേരള ക്യാൻ ടീച്ച് ഇന്ത്യ എ തിങ് ഓർ ടു അബൌട്ട് സോഷ്യൽ വെൽഫെയർ. കേരളത്തെ അവർ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ വികസന ചാമ്പ്യൻ എന്നാണ്. ഇപ്പോ ഒരിക്കൽ കൂടി ആ വിശേഷണത്തിന് കേരളം അർഹമായി തീരുകയാണ്. സാമൂഹ്യക്ഷേമത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാവുന്ന ഒരു പദ്ധതിയായി ലൈഫ് മിഷൻ ഇതോടുകൂടി മാറിത്തീരുകയാണ്. ഇന്ന് രാജ്യത്ത് ഭവന നിർമ്മാണത്തിനായി ഏറ്റവും കൂടുതൽ സഹായം കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. 4 ലക്ഷം രൂപയാണ് ലൈഫ് മിഷനിൽ വീട് വെക്കുന്നതിനായി സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത്. ആദിവാസി സങ്കേതങ്ങളിലാകുമ്പോൾ അത് 6 ലക്ഷമായിരിക്കും. അപ്പോ സാധാരണഗതിയിൽ 4 ലക്ഷം, ആദിവാസി സങ്കേതങ്ങളിൽ 6 ലക്ഷം. കേന്ദ്ര ഗവൺമെന്റ് ഗ്രാമീണ മേഖലയിൽ 72,000 രൂപ കൊടുക്കുമ്പോഴാണ് കേരളം 4 ലക്ഷവും 6 ലക്ഷവും ഭവന നിർമ്മാണത്തിനായി കൊടുക്കുന്നത്. ഞാൻ ദീർഘമായൊരു അധ്യക്ഷ പ്രസംഗം നടത്തുന്നില്ല. ഈ സമാനതകളില്ലാത്ത ഭവന പദ്ധതി, അതിനോട് സഹകരിക്കാൻ അനേകം പേർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ഈ സർക്കാരിലുള്ള വിശ്വാസമാണ് കാണിക്കുന്നത്. ഇവിടെ തന്നെ പൂവച്ചലിലെ ശ്രീ സുകുമാരൻ വൈദ്യരെ ആദരിക്കുന്നുണ്ട്. ഭവന സമുച്ചയം നിർമ്മിക്കാൻ വേണ്ടി ഭൂമി സൗജന്യമായി നൽകിയ സുകുമാരൻ വൈദ്യരുടെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഇവിടെ ആദരിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സോടിത്തിരി മണ്ണ് എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയിൽ അനേകം പേരാണ് ഭൂമി സംഭാവന ചെയ്യാൻ മുന്നോട്ട് വന്നത്. ഏതാണ്ട് 24 ഏക്കറിലധികം ഭൂമി ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 35 ഏക്കർ ഭൂമി സംഭാവനയായി ലഭിച്ചു കഴിഞ്ഞു. അനേകം പേർ സംഭാവന നൽകി. വീടുകൾ സംഭാവന നൽകാൻ മുന്നോട്ട് വന്നവരുണ്ട്. സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ പ്രചോദിതരായി അതിന്റെ കൂടെ ഞങ്ങളൊരു വീട് നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നവരും ഉണ്ട്. അതുപോലെ ലയൺസ് ക്ലബ്ബ് പോലുള്ള സംഘടനകൾ, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, ഇവരെല്ലാം സർക്കാരുമായി സഹകരിച്ചു. ലൈഫ് മിഷന്റെ അഭൂതപൂർവമായ വിജയമാണ്, ഒപ്പം ഈ സർക്കാരിലുള്ള വിശ്വാസമാണ് ഇവരെല്ലാം സഹകരിക്കാൻ കാരണം. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ആദ്യം സർക്കാരിന് വാഗ്ദാനം ചെയ്തത് 1000 പേർക്ക്, ഭൂമിയില്ലാത്ത 1000 പേർക്ക് ഭൂമി വാങ്ങാൻ 2.5 ലക്ഷം രൂപ വീതമാണ്, 25 കോടി. സമയബന്ധിതമായി ഏറ്റവും അർഹരായ ആളുകളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തു കൊടുത്തപ്പോൾ
അവർ പറഞ്ഞു ഞങ്ങൾ 1000 പേർക്ക് കൂടി ഭൂമി വാങ്ങാനുള്ള തുക നൽകാൻ ആഗ്രഹിക്കുന്നു. ആദ്യം 1000 വാഗ്ദാനം ചെയ്തത് പിന്നീട് 2000 കാരണം സർക്കാർ കൃത്യമായി സമയബന്ധിതമായി ഏറ്റവും അർഹരായ ആളുകളെ തന്നെ തെരഞ്ഞെടുത്തു കൊടുത്തു എന്നതാണ് കാരണം. അത് സർക്കാരിൽ അവർക്കുള്ള വിശ്വാസമാണ്. ഈ സർക്കാരിനെ വിശ്വസിച്ചേൽപ്പിക്കാം എന്ന വിശ്വാസമാണ് അതിന് കാരണം. ലയൺസ് ക്ലബ്ബ് 100 വീടുകൾ ഇതിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്നുണ്ട്. അപ്പോ എല്ലാവരെയും പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പദ്ധതി കൂടിയാണ് ലൈഫ് ഭവന പദ്ധതി എന്നത്. ഇത് കേരളത്തിലെ സംസ്ഥാന സർക്കാരിനൊപ്പം ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നത് തദ്ദേശ സ്ഥാപനങ്ങളെയും ഏറെ അഭിമാനം കൊള്ളിക്കുന്ന ഒരു കാര്യമാണ്. ഈ ചരിത്ര നിമിഷത്തിൽ 5 ലക്ഷം എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ഈ ചരിത്ര നിമിഷത്തിൽ നമ്മളെല്ലാം ആ സന്തോഷം പങ്കുവെക്കുകയാണ്. ഇന്ത്യയിൽ കേരളത്തിന് മാത്രം സാധ്യമാകുന്ന ഒരു നേട്ടം കൈവരിച്ചതിന്റെ, മറ്റൊരു കേരള മാതൃക സൃഷ്ടിച്ചതിന്റെ സന്തോഷം നമ്മളെല്ലാം പങ്കുവെക്കുകയാണ്. നാട് മുഴുവൻ ഇന്ന് ഈ ആഘോഷത്തിൽ പങ്കുചേരും എന്നാണ് ഞങ്ങളെല്ലാവരും കരുതുന്നത്.